ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വാൽപ്പാറ വഴി മലക്കപ്പാറ കയറി നമ്മൾ അതിരപ്പള്ളി വഴി എത്തുന്ന ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ. അതിൽ ഫുള്ള് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അതൊരുപാട് ലെങ്ത്ത് കൂടിപ്പോകും വീഡിയോയ്ക്ക്. അത് അരാജകമായിട്ട് പലർക്കും തോന്നിയേക്കാം. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റ് പ്ലസ് വീഡിയോ മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ട കാഴ്ചകൾ ഒരിക്കലും കണ്ണിൽ നിന്ന് മായാത്തതുകൊണ്ടും ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള ആഗ്രഹം കൊണ്ടും മാത്രമാണ് വീണ്ടും ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നിരിക്കുന്നത്. വാൽപ്പാറ ദ 7th ഹെവൻ എന്നല്ല അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എപ്പോഴും പ്രവചനാതീതമാണ്. നമുക്ക് എപ്പോൾ കോട വരും, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഒരു മഴ പെയ്യുന്നത് എന്നും നമുക്കറിയാൻ പറ്റും. കാരണം ഇത് ഞാൻ 100% ഷുവറിറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഉടുമൽപേട്ടിൽ അതുപോലത്തെ ചൂട് കൊണ്ട കാലാവസ്ഥ എന്നാണ് ജസ്റ്റ് വാൽപ്പാറയിലേക്ക് കയറിയത്. അവിടുത്തെ ക്ലൈമറ്റാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത്. മഴയും കോടയും എന്താ പറയുക, ചെറിയ ചൂടുമൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ. ഭയങ്കര മനോഹരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കോട നിറഞ്ഞ യാത്രകൾ ശരിക്കും അടുത്ത ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം. കാരണം അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം 10-12 മിനിറ്റോളം ഈ വീഡിയോ വരും. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൽ ജസ്റ്റ് ചെറിയ മഴയും ചെറിയ കോടയൊക്കെയുള്ള എന്താ പറയുന്ന നല്ല മനോഹരമായ കണ്ണ് കുളിർമയേകുന്ന ഒരു കാഴ്ച മാത്രമേ ഈ ചെറിയൊരു 3 മിനിറ്റ് പ്ലസ് വരുന്ന ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന പലരും വാൽപ്പാറ വഴി പോയിട്ടുണ്ടാകും. എല്ലാവർക്കും ഇതുപോലത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇതിൽ മനോഹരമായ കാലാവസ്ഥകൾ കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അനുഭവങ്ങളാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. അത്ര മനോഹരമായിരുന്നു ഈ കാഴ്ചകൾ. കാരണം കൂട്ടുകാരായിട്ടുള്ള യാത്രകൾ അത് എപ്പോഴും മനോഹരമായിരിക്കും. അത് നമ്മളോട് കൂടി ആ സെയിം വൈബിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അപ്രതീക്ഷിതമായിട്ട് പോയ ഒരു യാത്രയായിരുന്നു. എൻ്റെ ഒരു BMW ബൈക്ക് എടുത്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങളൊന്ന് പോയത്. അവരും ലോങ് ട്രാവലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ബൈക്കിൽ. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ട്രാവലാണ് ശരിക്കും. നമ്മൾ ആലപ്പുഴയിൽ തിരിച്ച് മാമലക്കണ്ടം, മൂന്നാർ വഴി അവിടെ സ്റ്റേ ചെയ്തു. സെക്കൻഡ് ഡേ നമ്മൾ നമ്മുടെ മറയൂർ, കാന്തല്ലൂരൊക്കെ ജസ്റ്റ് ഒരു റൗണ്ട് കയറി ഉദുമൽപേട്ടിൽ വന്ന് താമസിച്ചു. 3rd ഡേ ആണ്, ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളിത് ഉദുമൽപേട്ടിൽ തിരിച്ച് വാൽപ്പാറ വഴി മലക്കപ്പാറ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് അതിരപ്പള്ളി എത്തി. അതിരപ്പള്ളി നേരെ ആലപ്പുഴ. ഞാൻ ശരിക്കും ഓൾ ട്രാവൽ വീഡിയോ ആയിട്ടൊന്നും അല്ല ഇത് കാണിക്കുന്നത്. ശരിക്കും ആ പ്രകൃതി ഭംഗി കിട്ടുന്ന സ്ഥലങ്ങൾ, നല്ല മനോഹരമായ സ്ഥലങ്ങൾ മാത്രം ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രം ചെയ്യുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രവും എനിക്ക് അത്രക്കധികം കണ്ണിന് കുളിർമയെ കാഴ്ചയായതുകൊണ്ട് മാത്രവുമാണ് ഈ വീഡിയോസിൽ നിങ്ങളിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം അപ്ലോഡാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇനിയും ഇഷ്ടപ്പെട്ട ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ പറയുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ചെറിയൊരു കോട നിറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.